Hi friends, ഞാൻ രാജേഷ് നീലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി പതുക്കെ വെബ്സൈറ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ട്യൂട്ടോറിയലിൽ നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ വയർ ഫ്രെയിം ഡിസൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഇൻസ്റ്റാൾ വേർഡ്പ്രസ് ഓൺ ലോക്കൽ ഹോസ്റ്റ്. വേർഡ്പ്രസ് എങ്ങനെ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ഓക്കെ, സോ സാധാരണഗതിയിൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ സെർവറിലായിരിക്കും. ഓക്കെ, നമ്മുടെ എല്ലാ വെബ്സൈറ്റിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് മെയിൻ സെർവറിലേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ മെയിൻ സെർവറിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, വേർഡ്പ്രസ് എങ്ങനെ നമ്മുടെ ലോക്കൽ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ എൻ്റെ ചാനൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സാം സെർവർ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, സോ നമുക്കിവിടെ സെർച്ച് ചെയ്യാം സാം സെർവർ. ഓക്കെ, സാം സെർവർ, ഇവിടെ സാം സെർവർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ഇവിടെ നമുക്ക് സാം ഫോർ വിൻഡോസ്, സാം ഫോർ ലിനക്സ് ആൻഡ് സാം ഫോർ OS X. ഓക്കെ, നമുക്ക് വേണ്ടത് സാം ഫോർ വിൻഡോസ് ആണ്. ഓക്കെ, നമ്മൾ സാം ഫോർ വിൻഡോസിൽ നമ്മൾ ലേറ്റസ്റ്റ് PHP വേർഷൻ സാം സെർവർ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് 64 ബിറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സോ ഓൾറെഡി ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ സാം സെർവർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഡൗൺലോഡ് 64 ബിറ്റ്, നിങ്ങളുടെ സിസ്റ്റം 64 ബിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് 64 ബിറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ സിസ്റ്റത്തിൽ, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം. ഓക്കെ, നമ്മൾ WordPress.org, ഇവിടെ WordPress.org നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ വേർഡ്പ്രസ്സിലാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ WordPress.org സെലക്ട് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഗെറ്റ് വേർഡ്പ്രസ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് വേർഡ്പ്രസ്സിൻ്റെ വേർഷൻ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഓൾറെഡി ലേറ്റസ്റ്റ് വേർഡ്പ്രസ്സിൻ്റെ വേർഷൻ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ തൊട്ട് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടും ഗെറ്റ് വേർഡ്പ്രസ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ്പ്രസ്സിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ, അതായത് കണ്ടില്ലേ ഇവിടെ ഡൗൺലോഡ് വേർഡ്പ്രസ് 6.0, ഈ വേർഡ്പ്രസ്സിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായ 6.0 ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കണ്ടില്ലേ ഇവിടെ ഞാൻ ഡൗൺലോഡ് ഫോൾഡർ എടുത്ത് ഇവിടെ നമുക്ക് വേർഡ്പ്രസ് 6.0ൻ്റെ അതിൻ്റെ റാർ ഫയൽ കിട്ടിയിട്ടുണ്ട്. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് വേണം, എന്നിട്ട് നമുക്കിവിടെ എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കാം. എക്സ്ട്രാക്ട് ഫയൽസ് കൊടുത്താൽ നമുക്ക് വേർഡ്പ്രസ്സിൻ്റെ ആ ഫയൽ നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അതിനുശേഷം എന്ത് വേണം, അതിനുശേഷം നമ്മുടെ ലോക്കൽ ഡിസ്ക് സിയിലോട്ട് പോവുക. ഓക്കെ, സി ഡ്രൈവിൽ പോയിട്ട് സാമ്പിൻ്റെ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സാമ്പിൻ്റെ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ HD docs എന്ന ഫോൾഡർ ഉണ്ട്. HD docs എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നമ്മളിവിടെ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് നെയിം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ ഒരു ന്യൂ ഫോൾഡർ എടുത്തു. ഓക്കെ, ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. രാജ് ഗ്രാഫിക്സ്, ഞാനിവിടെ രാജ് ഗ്രാഫിക്സ് എന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഈ രാജ് ഗ്രാഫിക്സ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത വേർഡ്പ്രസ് കണ്ടില്ലേ, ആ വേർഡ്പ്രസ്സിൻ്റെ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാ കണ്ടൻറ്റും സെലക്ട് ചെയ്യുക. Ctrl+A സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. നമ്മുടെ ലോക്കൽ ഡിസ്ക് സിയിൽ പോയിട്ട് സാം ഡബിൾ ക്ലിക്ക് ചെയ്യുക, HD docs ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രാജ് ഗ്രാഫിക്സ്, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ. ഈ രാജ് ഗ്രാഫിക്സ് എന്ന പ്രൊജക്റ്റ് ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിലോട്ട് അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായി സാം സെർവർ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ HD docsൻ്റെ ഫോൾഡറിലേക്ക് വേർഡ്പ്രസ് അതിലേക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്തു. അതോടൊപ്പം നമ്മുടെ രാജ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. സോ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഫസ്റ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ സാം സെർവർ ഓൺ ആക്കണം. അപ്പോൾ നമ്മുടെ സാം സെർവർ സാം കൺട്രോൾ പാനൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ അപ്പാഷെ
ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ MySQLും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഇവിടെ കണ്ടില്ലേ, കണ്ടോ? ഇപ്പോൾ നമുക്കിവിടെ അപ്പേഷ സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ MySQLും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പേഷയും MySQLും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് മിനിമൈസ് ചെയ്യുക. നമുക്ക് നമ്മുടെ ബ്രൗസറിൽ പോവുക. ബ്രൗസറിൽ പോയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ടാബ് എടുത്തിട്ട് ഇവിടെ നമ്മൾ സെലക്ട് ഇവിടെ ലോക്കൽ ഹോസ്റ്റ് /php my admin സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ PHP my adminൻ്റെ നമ്മുടെ ഡാഷ്ബോർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും. ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഡാറ്റാബേസ് നെയിം കൊടുക്കുക. എന്താണ് ഡാറ്റാബേസ് നെയിം? ഡാറ്റാബേസ് നെയിം എന്ന് വെച്ചാൽ നമ്മുടെ രാജ് ഗ്രാഫിക്സ് ആണ് നമ്മുടെ ഡാറ്റാബേസ് നെയിം. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്കിവിടെ രാജ് ഗ്രാഫിക്സ് എന്ന് കൊടുക്കാം. സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. രാജ് ഗ്രാഫിക്സ് ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആവും. കണ്ടില്ലേ, നമ്മുടെ രാജ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി എന്ത് വേണം? ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വീണ്ടും ഒരു പുതിയൊരു ടാബ് എടുക്കാം. ഇവിടെ നമ്മൾ എന്ത് വേണം? നമ്മൾ ലോക്കൽ ഹോസ്റ്റ് / നമ്മുടെ പ്രൊജക്റ്റ് നെയിം കൊടുക്കാം, രാജ് ഗ്രാഫിക്സ്. ജസ്റ്റ് എൻ്റർ കൊടുക്കാം. ഓക്കെ, കൺഗ്രാജുലേഷൻ. അപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ സാംസറോ ഇൻസ്റ്റാൾ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പായ നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ വേർഡ്പ്രസ് നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ജസ്റ്റ് ലെറ്റ്സ് ഗോ, ഇതൊക്കെ നമുക്ക് അവോയ്ഡ്, ജസ്റ്റ് നമുക്ക് ലീവ് ഇറ്റ്. ജസ്റ്റ് ലെറ്റ്സ് ഗോ കൊടുക്കാം. ഇവിടെ നമ്മൾ ഡാറ്റാബേസ് നെയിം കൊടുക്കാം. ഡാറ്റാബേസ് നെയിം എന്നാണ് നമ്മുടെ ഡാറ്റാബേസ് നെയിം കൊടുത്തത് നമ്മുടെ രാജ് ഗ്രാഫിക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഇവിടെ കൊടുക്കുക, രാജ് ഗ്രാഫിക്സ് കൊടുത്തു. യൂസർ നെയിം ഞാനിവിടെ റൂട്ട് എന്ന് കൊടുത്തു. ഓക്കെ, പാസ്വേഡ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാനത് ഡിലീറ്റ് ചെയ്തു. നമ്മൾക്ക് ഡാറ്റാബേസ് ഹോസ്റ്റ് നമ്മുടെ ലോക്കൽ ഹോസ്റ്റാണ്. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ റൺ കൊടുക്കുക, റൺ ദ ഇൻസ്റ്റാളേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സൈറ്റ് ടൈറ്റിൽ കൊടുക്കാം. എന്താണ് നമ്മുടെ സൈറ്റ് ടൈറ്റിൽ? നമ്മുടെ ഡാറ്റാബേസ് നെയിം തന്നെയാണ് നമ്മുടെ സൈറ്റ് ടൈറ്റിലായിട്ട് വരുന്നത്. അപ്പോൾ ഞാനൊരു സൈറ്റ് ടൈറ്റിൽ കൊടുത്തു, രാജ് ഗ്രാഫിക്സ്. ഇനി നമുക്ക് യൂസർ നെയിം കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് യൂസർ നെയിം നമുക്ക് അഡ്മിൻ കൊടുക്കാം, കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പാസ്വേഡ് ഞാനിവിടെ അഡ്മിൻ എന്ന് കൊടുത്തു, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ ജസ്റ്റ് കൺഫേം പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കണം, കാരണം നമുക്ക് വേർഡ്പ്രസ്സിൽ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ അത് നമ്മുടെ ഇമെയിലിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ഇമെയിൽ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ gmail.com കൊടുത്തു, rajnilak74@gmail.com കൊടുത്തു. ഇവിടെ സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി നമ്മളിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഇൻസ്റ്റാൾ വേർഡ്പ്രസ് കൊടുക്കുക. ജസ്റ്റ് നെവർ കൊടുക്കുക, ജസ്റ്റ് ലോഗിൻ കൊടുക്കുക. നമ്മളിവിടെ അഡ്മിൻ എന്നാണ് നമ്മുടെ യൂസർ നെയിം കൊടുത്തേക്കുന്നത്, പാസ്വേഡ് നമ്മൾ കൊടുത്തേക്കുന്നത് അഡ്മിൻ എന്ന് തന്നെയാണ്. ജസ്റ്റ് റിമെമ്പർ മീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ലോഗിൻ ആവും. ജസ്റ്റ് ലോഗിൻ കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, സക്സസ്ഫുള്ളി ആയിട്ട് നമ്മൾ നമ്മുടെ വേർഡ്പ്രസ് നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്തു. കൺഗ്രാജുലേഷൻസ്. സോ ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വയർ ഫ്രെയിം ആനുപാതികമായിട്ട് നമ്മൾ ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ അല്ലെങ്കിൽ UI ഡിസൈൻ. ഓക്കെ, ഇത് ഞാൻ ഫോട്ടോഷോപ്പിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അഡോബ് XDയിലോ അല്ലെങ്കിൽ ഇൻവിഷൻ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ നമുക്ക് ഫിഗ്മയിലോ നമുക്ക് അത് ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഈ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ വെബ്സൈറ്റ് ഡിസൈൻ നമുക്ക് വേർഡ്പ്രസ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ. ഓക്കെ,
സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.